بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ولا يخرج حتى تنزل الروم بالأعماق أو بدابق يجمعون لأهل الإسلام ويجمع لهم أهل الإسلام فيخرج إليهم جيش من المدينة من خيار أهل الأرض يومئذ ولا يخرج مسيح الدجال പ്രത്യക്ഷപ്പെടുകയില്ല حتى تنزل الروم بالأعماق أو بدابق റോമക്കാർ മുസ്ലിങ്ങളുമായി യുദ്ധം നടത്തുന്നതിന് വേണ്ടി അഅ്മാഖിലോ അല്ലെങ്കിൽ ദാബിഖിലോ വന്നിറങ്ങുന്നത് വരെ. അഅ്മാഖ് അല്ലെങ്കിൽ ദാബിഖ് എന്ന് പറയുന്നത് മൗദിആനി ബിശ്ശാമി ബിഖുർബി ഹലബ്, സിറിയയിലെ ഹലബ് എന്ന് പറയുന്ന പ്രദേശത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അലി ഹസൻ ഹലബി, അലിപ്പോ എന്ന് ഇംഗ്ലീഷിൽ പറയാറുള്ള സിറ്റിയാണ് ഹലബ്. ആ ഹലബിന്റെ പരിസരത്തുള്ള രണ്ട് സ്ഥലങ്ങളാണ് അഅ്മാഖ് ദാബിഖ്. അഅ്മാഖില് ദാബിഖില് റോമക്കാർ തമ്പടിക്കും മുസ്ലിങ്ങളോട് യുദ്ധം നടത്തുന്നതിനു വേണ്ടി. ഫയഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന, അപ്പോൾ മദീനയിൽ നിന്ന് ഒരു സൈന്യം റോമക്കാരെ നേരിടുന്നതിന് വേണ്ടി പുറപ്പെടും. മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമഇദിൻ, മദീനയിൽ നിന്ന് റോമക്കാർക്കെതിരിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ആളുകൾ അന്ന് ലോകത്തുള്ള ഏറ്റവും ഉത്തമരായ ആളുകളിൽപ്പെട്ടവരായിരിക്കും. ഫഇദാ തസാഫു, അങ്ങനെ യുദ്ധത്തിന് വേണ്ടി അവർ അണിനിരന്നു കഴിഞ്ഞാൽ ഖാലത്തിർ റൂം, റോമക്കാർ പറയും ഖല്ലു ബൈനനാ വബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിൽഹും, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് ബന്ദികളെ പിടിച്ചിട്ടുള്ളവരെയും നിങ്ങൾ വിട്ടുതരുവീൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളോട് യുദ്ധം നടത്തി ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ കുറച്ച് സൈനികർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മുൻകാലത്തോ അല്ലാത്ത കാലത്തോ ഞങ്ങളോട് യുദ്ധം നടത്തി ആ ആളുകളെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് പറയും. അത് പറയുമ്പോൾ നുഖാതിൽഹും, ഞങ്ങൾക്ക് അവരോട് യുദ്ധം നടത്താൻ വേണ്ടി ഞങ്ങളിൽ നിന്ന് ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് വിട്ടുതരുവീൻ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ പറയും ലാ വല്ലാഹ്, അള്ളാഹു തന്നെയാണ് സത്യം, ഒരിക്കലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരികയില്ല യുദ്ധം നടത്താൻ വേണ്ടി. ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിന, ഞങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരന്മാരെ ഏൽപ്പിച്ചു തരുന്ന പ്രശ്നമില്ല. ഫയുഖാതിലൂഹും, എന്നിട്ട് അവർ അവരോട് യുദ്ധം നടത്തും. മുസ്ലിങ്ങളും റോമക്കാരും തമ്മിൽ യുദ്ധമാകും. റോമക്കാർ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും. വതകൂനു ഇൻദ ദാകുമുൽ ഖിതാലി റദ്ദത്തുൻ ശദീദ, ആ യുദ്ധം വളരെ രൂക്ഷമായ യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിൽ റദ്ദത്തുൻ ശദീദ,
കടുത്ത തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫയസ്തരിത്തുൽ മുസ്ലിമൂന ശുർഫതൻ, ആ സന്ദർഭത്തിൽ ഫയസ്തരിത്തുൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ ഒരു ഭാഗത്തെ നിശ്ചയിക്കും. ഇഷ്തറഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തെ നിശ്ചയിക്കുക. ശുർഫത്തൻ, ശുർഫത്ത് എന്ന് പറഞ്ഞാൽ ത്വായിഫത്തുൻ മിനൽ ജയ്ഷ് യുഖദ്ദമു ലിൽ ഖിതാൽ, യുദ്ധത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന സൈന്യത്തിൽ നിന്നുള്ള ഒരു ഭാഗം, ആ ഭാഗത്തിനാണ് ശുർഫത്ത് എന്ന് പറയുന്നത്. റോമക്കാരോട് യുദ്ധം നടത്താൻ വേണ്ടി ആകെയുള്ള മുസ്ലിം സൈന്യത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ നിശ്ചയിച്ചയച്ചു കൊടുക്കും. അവരെന്ന് പറഞ്ഞാൽ ലിൽ മൗത്ത്, മരണത്തിനു വേണ്ടി തയ്യാറായിട്ട് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്ന് മരണത്തിനു വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ള ഒരു വിഭാഗത്തെ അവർക്ക് വേണ്ടി യുദ്ധത്തിന് പറഞ്ഞയച്ചു കൊടുക്കും. ലാ തർജിഉ ഇല്ലാ ഗാലിബ, വിജയം വരിച്ചുകൊണ്ടല്ലാതെ അവർ തിരിച്ചു വരികയില്ല, മരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള ഒരു വിഭാഗത്തെ പറഞ്ഞയച്ചു കൊടുക്കും. ഫയഖ്തതിലൂൻ, അങ്ങനെ ആ വിഭാഗവും റോമാ സൈന്യവും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കും. ഹത്താ യഹ്ജുസ ബൈനഹുമുൽ ലൈൽ, അങ്ങനെ അവർക്കിടയിലുള്ള ആ പോരാട്ടം പകലന്തിയോളം നടക്കുകയും അങ്ങനെ രാത്രി അവർക്കിടയിൽ തടസ്സം മറ സൃഷ്ടിക്കുകയും ചെയ്യും. ഫയഫീഉ ഹൗലാ വഹൗലാ കുല്ലുൻ ഗൈരി ഗാലിബ്, ഇവർ തിരിച്ചുവരും, അവരും തിരിച്ചു പോകും. റോമക്കാരും തിരിച്ചു പോകും. മുസ്ലിങ്ങളിൽ നിന്ന് റോമാ സൈന്യത്തോട് യുദ്ധത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം അവരും രാത്രിയാകുമ്പോൾ തിരിച്ചുവരും. കുല്ലുൻ ഗൈറു ഗാലിബിൻ, ആരും വിജയിച്ച കക്ഷി എന്ന് പറഞ്ഞുകൂടാ, വ്യക്തമായ വിജയം ആർക്കും നേടാൻ കഴിയാത്ത വിധം തിരിച്ചു പോരും. വതഫ്ന അശ്ശുർത്ത, അങ്ങനെ റോമക്കാരുമായി യുദ്ധത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ വിഭാഗം ആൾഫലം നഷ്ടപ്പെട്ടു, യുദ്ധത്തിൽ ആൾഫലം നഷ്ടപ്പെട്ടവർ തീർന്നു പോകും. ثم يشترط المسلمون شرطة للموت لا ترجع إلا غالبا, വിജയം വരിച്ച് തിരിച്ചു വരികയല്ലാതെ, വിജയിച്ചിട്ടല്ലാതെ തിരിച്ചു വരില്ല, മരണം വരെ ഞങ്ങൾ പോരാടാൻ സന്നദ്ധരാണ് എന്ന വ്യവസ്ഥയിൽ മറ്റൊരു വിഭാഗത്തെ മുസ്ലിങ്ങൾ അവരുടെ സൈന്യത്തിൽ നിന്ന് റോമക്കാരോട് യുദ്ധം നടത്തുന്നതിനു വേണ്ടി രണ്ടാമത് നിശ്ചയിക്കും. ഫയഖ്തതിലൂൻ, അവരും റോമക്കാരുമായി പോരാട്ടം നടത്തുന്നു. ഹത്താ യഹ്ജുസ ബൈനഹുമുൽ ലൈൽ, വീണ്ടും രാത്രി വരികയും ആ രാത്രിയോടുകൂടി അവർക്കിടയിൽ തടസ്സമുണ്ടായി യുദ്ധം നിർത്തിവെച്ച് തിരിച്ചു പോരുകയും ചെയ്യും. ഫയഫീ ഹൗലാഇ വഹൗലാഇ കുല്ലുൻ ഗൈറു ഗാലിബ്, ഇവരും അവരും തിരിച്ചു പോകും. റോമക്കാർ അവരുടെ പാളയത്തിലേക്കും മുസ്ലിങ്ങൾ മുസ്ലിം പാളയത്തിലേക്കും തിരിച്ചു വരും. ആർക്കും വ്യക്തമായ ഒരു വിജയം പറയാൻ പറ്റാത്ത വിധത്തിൽ. വതഫ്ന അശ്ശുർഫ, ആ വിഭാഗവും അതുപോലെ തന്നെ തീർന്നു പോകും. യുദ്ധത്തിൽ അവർക്ക് ആൾനാശം സംഭവിച്ചതുകൊണ്ട് ആ വിഭാഗത്തിനും നഷ്ടം പറ്റും. അങ്ങനെ മരണത്തിനു വേണ്ടി സന്നദ്ധരായ, വിജയം വരിച്ചുകൊണ്ടല്ലാതെ തിരിച്ചു വരാത്ത ഒരു വിഭാഗത്തെ മൂന്നാമതൊരിക്കൽ കൂടി മുസ്ലിം സൈന്യത്തിൽ നിന്നും റോമക്കെതിരിൽ യുദ്ധം നടത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെടും. ഫയഖ്തതിലൂന ഹത്താ യുംസു, അങ്ങനെ അവർ റോമക്കാരുമായി കടുത്ത യുദ്ധത്തിലേർപ്പെടും. ഹത്താ യുംസു, വൈകുന്നേരമാകുന്നത് വരെ. ഫയഫീ ഹൗലാഇ വഹൗലാ, വൈകുന്നേര സമയമാകുമ്പോൾ ഇവരും അവരും അവരവരുടെ പാളയങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കുല്ലുൻ ഗൈരി ഗാലിബ് കുല്ലുൻ ഗൈറു ഗാലിബ്, രണ്ട് വിഭാഗത്തിനും വ്യക്തമായ വിജയം നേടാൻ സാധിച്ചിട്ടില്ല. വതഫ്ന അശ്ശുർത്ത, ആ വിഭാഗവും അതോടുകൂടി തീർന്നു പോകുന്നു. ആൾനാശം സംഭവിക്കുന്നത് കൊണ്ട് അവർക്കും വ്യക്തമായ ഒരു വിജയം നേടാൻ കഴിയാത്ത വിധം അവരും തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഫൈദാ കാനൽ യൗമുർ റാബിഅ, അങ്ങനെ നാലാമത്തെ ദിവസമായി കഴിയുമ്പോൾ നഹദ ഇലൈഹിം ബഖിയത്തുൽ ഇസ്ലാം, നഹദ എന്ന് പറഞ്ഞാൽ ഐ നഹവ ഇലൈഹിം, മുസ്ലിങ്ങളിൽപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന സൈനികർ ഒന്നടങ്കം റോമക്കാർക്കെതിരെ യുദ്ധത്തിനു വേണ്ടി മുതിരും. അങ്ങനെ മുസ്ലിം സൈന്യം ഒന്നിച്ച് റോമക്കാർക്കെതിരിൽ ഇതുവരെ നടത്തിയിരുന്നത് 3 ദിവസം യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത് മുസ്ലിം സൈന്യത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ റോമക്കെതിരിൽ യുദ്ധത്തിന് നിശ്ചയിക്കുകയാണ്. ഇനി അതിന് സാധ്യമല്ലാതെ വന്നപ്പോൾ ബാക്കി അവശേഷിക്കുന്ന മുഴുവൻ സൈനികരും ഒന്നായിട്ട് റോമക്കാർക്കെതിരിൽ യുദ്ധം നടത്തുന്നു. ആ യുദ്ധത്തിൽ യൻഹസിമു സുലുസുൻ ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ, 1/3 ഭാഗം സൈനികർ പരാജയപ്പെട്ട് തോറ്റോടുക തന്നെ ചെയ്യും. യൻഹസിം, അവർ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടും. മുസ്ലിം സൈന്യത്തിൽ നിന്ന് ബാക്കി വരുന്ന മുസ്ലിം സൈന്യത്തിന്റെ 1/3 ഭാഗം വരുന്ന ആളുകൾ യുദ്ധക്കളം വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടും. ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പശ്ചാത്തപിക്കുകയില്ല, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നർത്ഥം. വയുഖ്തലു സുലുസുഹും, പിന്നെയുള്ള സൈന്യത്തിന്റെ ആകെയുള്ള സൈന്യത്തിന്റെ 1/3 തോറ്റോടി പിന്തിരിഞ്ഞോടി പോകും. ബാക്കി വരുന്നതിലെ ഒരു വിഭാഗം
അവര് ആ യുദ്ധക്കളത്തിൽ വെച്ച് രക്തസാക്ഷ്യം വരിക്കും, കൊല്ലപ്പെടും. റോമക്കാരുമായി നടക്കുന്ന ഈ രൂക്ഷമായ ഈ സമരത്തിൽ, ഈ യുദ്ധത്തിൽ അവിടെ വെച്ച് മരണപ്പെടുന്ന ആ 1/3 വരുന്ന സൈന്യം, ആ മരണപ്പെടുന്ന ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ രക്തസാക്ഷികളായി രേഖപ്പെടുത്തപ്പെടുന്നത്. ഇനി ഒരു ഭാഗം കൂടിയുണ്ട്. ഒരു ഭാഗം 1/3 യുദ്ധക്കളം വിട്ട് പിന്തിരിഞ്ഞോടി, ഒരു ഭാഗം യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടു. ഇനി 1/3 വയസ്സുലുസ്. പിന്നീട് വരുന്ന 1/3 അവരാണ് റോമാ സാമ്രാജ്യത്തോട് യുദ്ധം നടത്തിയിട്ട് വിജയിക്കുക. ലാ യുഫ്തനൂന അബദ. അവർ പിന്നീട് ഒരിക്കലും ഒരു ഫിത്നക്കും വിധേയമാക്കപ്പെടുകയില്ല. പിന്നീട് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള പരീക്ഷണത്തിലും അകപ്പെടാതെ അള്ളാഹു അവരെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഫിത്നയിൽ അകപ്പെടുത്തപ്പെടാൻ കഴിയാത്ത വിധം വിശ്വാസപരമായും എല്ലാ നിലക്കും കരുത്തുള്ള ഒരു വിഭാഗമായി തീരും അവർ. ആ 1/3 വിഭാഗമാണ് റോമിനെ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയം റോമക്കാർക്കെതിരിൽ ആക്കി തീർക്കും. റോമക്കാർ വ്യക്തമായ പരാജയം നേരിടേണ്ടി വരും. അങ്ങനെ ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളും റോമക്കാരും തമ്മിൽ നടക്കുന്ന ഈ അവസാന ഘട്ട യുദ്ധത്തിൽ ധാരാളം ആളുകൾ ആ യുദ്ധക്കളത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടും. റോമക്കാരിൽ നിന്ന് ഒട്ടനവധി ആളുകളെ കൊല്ലും. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വധത്തെ സംബന്ധിച്ച് പറഞ്ഞത് ലാ യുറാ മിസ്ലുഹ, അതുപോലുള്ള ഒരു കൊല വേറെ കാണപ്പെടുകയില്ല. വഇമ്മാ ഖാല ലം യുറാ മിസ്ലുഹ, ഇതുപോലുള്ള ഒരു കൊല ഒരു യുദ്ധത്തിലും ഇതിന്റെ മുമ്പ് കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ഹത്താ ഇന്ന ത്വാഇറ ലയമുറു ബിജംബാതിഹിം. അങ്ങനെ ഒരു പക്ഷി ആ കൊല ചെയ്യപ്പെട്ട ആളുകൾ കിടക്കുന്ന അവരുടെ ശരീരത്തിന്റെ അരികിലൂടെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുകൂടെ ഒരു പക്ഷി പാറുകയാണെങ്കിൽ ആ അവരുടെ ഭാഗം മുറിച്ചു കടന്നുകൊണ്ട് ആ പക്ഷിക്ക് പോകാൻ കഴിയില്ല, അത് വിട്ടുകിടക്കുകയില്ല. ഹത്താ യഖിറ മയ്യിതൻ. അപ്പോഴേക്കും ആ പക്ഷി എന്ത് ചെയ്യും? ഹത്താ യഖിറ മയ്യിതൻ. പക്ഷിയല്ല, ഒരു പക്ഷി ഇങ്ങനെ പാറുകയാണെങ്കിൽ ആ പക്ഷി അവരുടെ അടുക്കലേക്ക് മുറിച്ചു കിടക്കൂല, അപ്പോഴേക്കും അയാൾ മരിച്ചു വീണിട്ടുണ്ടാകും. അത്രയും പെട്ടെന്ന് രൂക്ഷമായ യുദ്ധം നടക്കുകയാണ്. കണ്ണിമ നമ്മൾ മിഴിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ പക്ഷി പാറി അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ കാണുന്ന ആളുകൾ അവരൊക്കെ തന്നെ കൊല ചെയ്യപ്പെടും. അങ്ങനത്തെ കൊല നടക്കും. ആ കൊല നടന്നു കഴിഞ്ഞാൽ ഒരു വാപ്പയുടെ മക്കൾ അവരെണ്ണി നോക്കും. യുദ്ധത്തിന് വരുമ്പോൾ ഒരു തറവാട്ടിൽ പിറന്ന 100 ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കാനൂ മിഅ, അവർ 100 ആയിരുന്നു യുദ്ധത്തിന് വരുമ്പോൾ. പക്ഷേ രൂക്ഷമായ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ റോമക്കാരെ കൊല ചെയ്തു. ആ കൊലയിൽ അവരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ട് ഫലാ യജിദൂന ബഖിയ മിൻഹും ഇല്ല റജുലുൽ വാഹിദ്. 100ൽ ഒരാൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വിധത്തിൽ രൂക്ഷമായ കൊല തന്നെ നടക്കും. ഫബിഅയ്യി ഗനീമത്തിൻ യുഫ്റഹ്, ഫബിഅയ്യി ഗനീമത്തിൻ യുഫ്റഹ്. ഏതൊരു യുദ്ധസ്വത്ത് കൊണ്ടാണ് പിന്നീട് അവിടെ സന്തോഷിക്കപ്പെടുക? 2 വിഭാഗത്തുനിന്നും ധാരാളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. നമുക്കറിയാലോ, വന്നിരുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളെ ആദ്യത്തെ 3 ദിവസം സൈന്യമായി പറഞ്ഞയച്ച ആളുകൾ അവർ തിരിച്ചു വന്ന് വ്യക്തമായ വിജയം ആർക്കുമില്ലാത്ത നിലക്ക്. ആ വിഭാഗം പറയപ്പെട്ട നേട്ടമില്ലെങ്കിലും അവരുടെ ആൾനാശം കാരണത്താൽ പിന്നീട് 2ാമത് നിശ്ചയിച്ചു, അവർക്കും അതുപോലെ തന്നെ സംഭവിച്ചു. 3ാമത് നിശ്ചയിച്ചു, അവർക്കും അങ്ങനെ തന്നെ സംഭവിച്ചു. അവസാനം 4ാം ദിവസമാണ് മുസ്ലിം സൈന്യം ബാക്കിയുള്ളവർ ഒന്നായിട്ട് അതിൽ 3-1 തോറ്റോടി. 3-1 വിഭാഗം ആ യുദ്ധക്കളത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. അതിൽ വരുന്ന 3-1 മാത്രമാണ് റോമാ സാമ്രാജ്യത്തിനെതിരിൽ യുദ്ധം നടത്തി വിജയിച്ചിട്ടുള്ളത്. ഫബിഅയ്യി ഗനീമത്തിൻ യുഫ്റഹ്. ഏതൊരു ഗനീമത്ത് കൊണ്ടാണ് സന്തോഷിക്കുക? കാരണം ഗനീമത്ത് റോമനെ കീഴ്പ്പെടുത്തി ഒരുപാട് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്ക് വേണം ആ സ്വത്ത്? യുദ്ധത്തിന് വന്ന ആളുകൾ 100 ആളുകൾ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാപ്പയുടെ മക്കളിൽ നിന്ന് 100 ആൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ ഒരാൾ മാത്രമേയുള്ളൂ. ആ വിധം ആൾനാശം സംഭവിച്ചതിനാൽ ആ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തിന് വലിയ സന്തോഷമില്ല. ഏതൊരു സ്വത്ത് കൊണ്ടാണ് സന്തോഷിക്കപ്പെടുന്നത്? അതല്ലെങ്കിൽ ഏതൊരു അനന്തര സ്വത്താണ് വീതിച്ചെടുക്കേണ്ടത്? കാരണം ഒരുപാട് ആളുകൾ വേണ്ടപ്പെട്ടവർ മരിച്ചുപോയി, അവരുടെയൊക്കെ സ്വത്ത് പിന്നീട് ബാക്കിയുള്ളവർ അനന്തരമെടുക്കണം. അത് അനന്തരമെടുക്കുന്നതിൽ സന്തോഷമില്ല. അല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്ത് അത് സ്വീകരിക്കുന്നതിൽ സന്തോഷമില്ല. അങ്ങനെ റോമക്കാരുമായുള്ള യുദ്ധം അർമാക്ക് ദാബക്കിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം മുസ്ലിം സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പട്ടണത്തിലെത്തും. ഇന്നത്തെ ഇസ്താൻബുൾ പട്ടണം.
ഫയഫ്തഹൂനഹ, അങ്ങനെ ആ കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം അവർ വിജയിക്കും. സമയത്തും ബി മദീന, ഒരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കുന്നുവോ ഒരു പട്ടണത്തെക്കുറിച്ച്, ജാനിബും മിൻഹാ ഫിൽ ബർ വജാനിബും മിൻഹാ ഫിൽ ബഹർ, ആ പട്ടണത്തിന്റെ ഒരു ഭാഗം കടലിലാണ്, അതിന്റെ മറ്റേ ഭാഗം കരയിലുമാണ്. ഇങ്ങനെ കടലിലും കരയിലുമായി നീണ്ടുകിടക്കുന്ന ഒരു പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് തിരുമേനി ചോദിച്ചു. ഖാലു, സഹാബികൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അങ്ങനെയുള്ള ഒരു പട്ടണത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖാൽ, അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യഗ്സുവഹാ 70,000 മിൻ ബനി ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ സന്തതികളിൽപ്പെട്ട 70,000 ആളുകൾ ആ പട്ടണത്തോട് യുദ്ധം നടത്തുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാളിന്റെ മുമ്പ് നടക്കേണ്ട 2 യുദ്ധമാണ്. ഒന്ന് ഈ റോമാ സാമ്രാജ്യത്തോടുള്ള യുദ്ധവും മറ്റൊന്ന് ഇന്ത്യയോട് നടത്തേണ്ട യുദ്ധവും. ഇങ്ങനെ 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിന് റോമാ സാമ്രാജ്യത്തോട് നടക്കുന്ന യുദ്ധം തുടങ്ങുന്നത് ഹലബിനടുത്ത് വെച്ചിരിക്കുന്ന ദാബക്ക് അല്ലെങ്കിൽ അൾമാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താൻബുൾ പട്ടണം മുസ്ലിങ്ങൾ പിടിക്കുകയാണ്. ആ ഇസ്താംബുൾ പട്ടണം പിടിക്കാൻ പോകുമ്പോ 70,000 വരുന്ന ബനു ഇസ്ഹാഖ് നബിയുടെ പുത്രന്മാർ, അഥവാ ഇസ്ഹാഖ് നബിയുടെ പുത്രന്മാരിൽപ്പെട്ട 70,000 ആളുകൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അവിടെ ബനു ഇസ്ഹാഖ് എന്ന പദത്തെക്കുറിച്ച് ഹദീസ് പണ്ഡിതന്മാരൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഖാലി ഇയാദ് പറഞ്ഞു, കദാ ഹുവ ഫീ ജമീഇ ഉസൂലി സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിമിന്റെ കോപ്പികളിലൊക്കെ തന്നെ ബനു ഇസ്ഹാഖിന്റെ മക്കളിൽപ്പെട്ട 70,000 ആളുകൾ എന്നാണ് എഴുതി കാണുന്നത്. ഖാല ബഅ്ദുഹും, മുഹദ്ദിഖീങ്ങളായ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് അൽ മഹ്ഫൂദു മിൻ ബനി ഇസ്മാഈൽ, ഇസ്മായിൽ നബിയുടെ സന്തതികളിൽപ്പെട്ടിട്ടുള്ള 70,000 ആളുകൾ എന്നാണ്. വഹുവല്ലദീ യദുല്ലു അലൈഹിൽ ഹദീസ് വസിയാഖുഹു, ഈ ഹദീസ് അറിയിക്കുന്ന, ഈ ഹദീസിന്റെ സന്ദർഭം താൽപര്യപ്പെടുന്ന അർത്ഥം അത് തന്നെയാണ്. ലിഅന്നഹു ഇന്നമാ അറാദൽ അറബ്, കാരണം ഇവിടെ ബനു ഇസ്ഹാഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് അറബികളെയാണ്. അറബികളിൽ നിന്നുള്ള 70,000 ആളുകൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴ്പ്പെടുത്തുമെന്നാണ് തിരുമേനി ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ അറബികൾ എന്നാകണമെങ്കിൽ ബനു ഇസ്ഹാഖ് എന്നല്ല വരേണ്ടത്, ബനു ഇസ്മായിൽ എന്നാണ് വരേണ്ടത്. ഇത് ശറഹ് മുസ്ലിമില് നബവി പ്രത്യേകം സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഫൈദാ ജാഊഹാ, അങ്ങനെ ഇസ്താംബുൾ പട്ടണം അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം പിടിക്കുന്നതിനു വേണ്ടി അറബികളിൽപ്പെട്ട 70,000-ഓളം വരുന്ന സൈന്യം എത്തിക്കഴിഞ്ഞാൽ നസലു, അവര് ആ പട്ടണത്തിൽ ഇറങ്ങും. ഫലം യുഖാതിലു ബിസിലാഹിൻ, അവർക്ക് പിന്നീട്, കാരണം റോമക്കാരുമായിട്ടുള്ള ഈ യുദ്ധം അൾമാക്ക് ദാബത്തിൽ നിന്ന് തുടങ്ങിയതാണ്, അവിടെ നിന്ന് അവർ പരാജയപ്പെട്ടതാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എത്തുമ്പോൾ അവർക്ക് പിന്നീട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടേണ്ടി വരുന്നില്ല. വലം യർമു ബിസഹ്മിൻ, അവർ അമ്പെയ്ത്ത് നടത്തേണ്ടി വരുന്നില്ല. മറിച്ച് ഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഈ സൈന്യം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ന്യായമായും ആരാധിക്കപ്പെടേണ്ടവനായി ആരും തന്നെയില്ല. വല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഫയസ്ഖുതു അഹദു ജവാനിബിഹ, ഈ പ്രഖ്യാപനത്തോടുകൂടി തന്നെ ആ പട്ടണത്തിന്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗം മുസ്ലിങ്ങളുടെ കൈകളിൽ വീഴുന്നു, മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അല്ലദീ ഫിൽ ബഹർ, സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന ആ ഭാഗം അതോടുകൂടി മുസ്ലിങ്ങളുടെ കൈകളിൽ വീഴുകയായി. സുമ്മ യഖൂലു അസ്സാനിയ, പിന്നീട് ബനു ഇസ്മാഈലിൽപ്പെട്ടിട്ടുള്ള അറബികളായ 70,000-ഓളം വരുന്ന ഈ സൈന്യം രണ്ടാമതും പ്രഖ്യാപിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ ഇലാഹായി ന്യായമായും ആരാധിക്കപ്പെടേണ്ടവനായി ആരുമേ ഇല്ല എന്നും അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, ഏറ്റവും വലിയവനെന്നും പ്രഖ്യാപിക്കുന്നു. ഫയസ്ഖുതു ജാനിബുഹൽ ആഖർ, അതോടുകൂടി ആ പട്ടണത്തിന്റെ മറ്റേ ഭാഗവും വീഴുകയായി, ഇവരുടെ മുസ്ലിങ്ങളുടെ കൈകളിൽ വീഴുകയായി. സുമ്മ യഖൂലു അസ്സാലിസ, പിന്നീട് മൂന്നാമത് മുസ്ലിങ്ങൾ, ഈ സൈനികർ പ്രഖ്യാപിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്നും അവർ പ്രഖ്യാപിക്കുമ്പോൾ ഫയുഫ്റജു ലഹും, അവർക്ക് ആ പട്ടണത്തിലേക്ക് കയറുവാനുള്ള വഴി കിട്ടുന്നു. ഫയദ്ഖുലൂഹാ, അവർ ആ പട്ടണത്തിൽ കയറി ആ പട്ടണം പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നു. ഫയഗ്നമു, അങ്ങനെ റോമാ സാമ്രാജ്യം പൂർണ്ണമായി മുസ്ലിങ്ങൾ പിടിക്കുകയും അവർ ഗനീമത്ത്, ആ യുദ്ധത്തിൽ നിന്ന്
കയ്യും കണക്കുമില്ലാത്ത ഗനീമത്ത് സ്വത്ത്, സമരാർജിത സമ്പത്ത് കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് കിട്ടിയ സമരാർജിത സമ്പത്ത് വീതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ വാളുകൾ, അവരുടെ സാമഗ്രികൾ, ആയുധങ്ങൾ അവർ സൈത്തൂൻ വൃക്ഷത്തിൽ കൊളുത്തിവെക്കുകയും ചെയ്ത സമയത്ത് ഇത് ഒരു ചെകുത്താൻ അവിടെ നിന്ന് അട്ടഹസിക്കുകയായി. ഇന്നൽ മസീഹ ദജ്ജാൽ ഖദ് ഖല്ലഫകും ഫീ അഹ്ലീകും, ഇന്നൽ മസീഹ ദജ്ജാൽ ഖദ് ഖല്ലഫകും ഫീ അഹ്ലീകും. മസീഹു ദജ്ജാൽ നിങ്ങളുടെ പിറകിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ നാടുകളിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് മസീഹു ദജ്ജാൽ പറയാം. അല്ല, ഒരു പിശാച് പറയാം. ഫയർഫുലൂന മാ ബിഐദീഹിം, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴ്പ്പെടുത്തിയ റോമയോട്, ഈ റോമാ സാമ്രാജ്യത്തോട് യുദ്ധം നടത്തി വിജയിച്ചിട്ടുള്ള ആ ആളുകൾ, ആ സൈനികർ അവർക്ക് കിട്ടിയ അവരുടെ കൈകളിലുള്ളത് മുഴുവനും നിരാകരിക്കുന്നു. ഫയഖ്റുജൂൻ, ഉടനെ തന്നെ സ്വന്തം നാടുകളിലേക്ക്. ഈ സൈന്യം എവിടുന്നാ പോയത്? ഇവരോട് യുദ്ധം നടത്താൻ പോയത് മദീനയിൽ നിന്നാണ്. അവരെന്ന് പറഞ്ഞാൽ മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമഇദിൻ, അന്ന് ഭൂമിയിലുള്ളവരിൽ വെച്ച് ഏറ്റവും നല്ലവരാണ്. ആ പ്രദേശത്തതാ പിശാചു മസീഹുൽ ദജ്ജാൽ വന്നിരിക്കുന്നു, മസീഹുൽ ദജ്ജാൽ നിങ്ങളുടെ അഹ്ലിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നും പിശാചു വിളിച്ചു പറയുന്നു. അങ്ങനെ അവരുടനെ തന്നെ അവരുടെ കൈകളിലുള്ളത് വിട്ടുകൊണ്ട് അവരുടെ നാടുകളിലേക്ക്, വീടുകളിലേക്ക് ഫയഖ്റുജൂൻ, പുറപ്പെടുകയാണ്. വദാലിക ബാതിലുൻ, സത്യത്തിൽ മസീഹുൽ ദജ്ജാൽ വന്നിട്ടില്ല. അപ്പോൾ മസീഹുൽ ദജ്ജാൽ വന്നിട്ടില്ല. ഫയബ്അസൂന 10 ഫവാരിസ്, അങ്ങനെ 10 അശ്വഭടന്മാരെ അവർ പറഞ്ഞയക്കുന്നു. സൈന്യത്തിന്റെ മുന്നോടിയായി, ഒരു സൈന്യം പോകുമ്പോ സൈന്യത്തിന്റെ മുന്നോടിയായി പോകുന്ന സൈന്യം സ്വലിഅത്ത്, ആ സ്വലിഅത്തായിട്ട് 10 സൈനികരെ, അശ്വഭടന്മാരെ അവർ പറഞ്ഞയക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅരിഫു അസ്മാഅഹും, ആ കുതിരപ്പടയാളികളെ ഞാൻ അറിയുന്നു, അവരുടെ പേരുകൾ എനിക്കറിയാം. വഅസ്മാഅ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരുടെ പേരുകൾ എനിക്കറിയാം. അവരുടെ പേര് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ സാധിക്കും. അവരുടെ പിതാക്കളുടെ പേര് പറയാൻ സാധിക്കും. വഅൽവാന ഖുയൂലിഹിം, അവരുടെ കുതിരകളുടെ കളറ്, നിറം വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഹും ഖൈറു ഫവാരിസ് അലാ ലഹരിൽ അർള് യൗമഇദിൻ, അന്നേ ദിവസം, ആ കാലഘട്ടത്തിൽ ഭൂമുഖത്തുള്ള ഏറ്റവും ഉത്തമരായ കുതിരപ്പടയാളികളായിരിക്കും അവർ. അങ്ങനെയുള്ള 10 കുതിരപ്പടയാളികളെ വിടും. ഫഇദാ ജാഉ അശ്ശാം, അവര് കുസ്തന്തീനിയയിൽ നിന്ന്, ഇസ്താൻബുൾ പട്ടണത്തിൽ നിന്ന് ഈ വാർത്ത ചെകുത്താൻ വിളിച്ചു പറഞ്ഞത് കേട്ട് എല്ലാവരും മടങ്ങുന്നതിന്റെ മുന്നോടിയായി ഇവർ പോന്നു. അങ്ങനെ അവര് ഷാമിലെത്തുമ്പോൾ, ഈ ഫവാരിസ് അശ്വഭടന്മാർ സിറിയയിലെത്തുമ്പോൾ ഖറജ്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആര് പുറപ്പെടുന്നത്? മസീഹുൽ ദജ്ജാൽ പുറപ്പെടുന്നത്. മസീഹുൽ ദജ്ജാൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടിലും കീഴ്പ്പെടുത്തിയിരിക്കുന്നു, പുറപ്പെട്ടിരിക്കുന്നു എന്ന് പിശാച് ചെകുത്താൻ വിളിച്ചു പറഞ്ഞപ്പോൾ വദാലിക ബാത്തിൽ, അത് സത്യമായിരുന്നില്ല. പക്ഷേ അത് പറഞ്ഞിട്ട് അവരെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ അവരുടെ വലിയത്ത് ഷാമിലെത്തുന്നതോടുകൂടി തന്നെ മസീഹുൽ ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കും. വഇന്നഹു ലാ യബ്ഖ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ പിശാച് പുറപ്പെടുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്ന് പറഞ്ഞെടുത്ത് കൃത്യമായി ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ദജ്ജാൽ പുറപ്പെടുന്ന സമയത്ത് 4ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു അല്ലേ, ولا يخرج حتى يقسم ميراث ولا يفرج بغنيمة حتى لا يفرج بغنيمة, അനന്തര സ്വത്ത് വീതിക്കപ്പെടുകയോ ഗനീമത്ത് കൊണ്ട് സന്തോഷിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരവസരത്തിലാണ് മസീഹുൽ ദജ്ജാൽ പുറപ്പെടുക. ആ അവസരം ഇപ്പോഴാണ്. റോമക്കാരുമായിട്ട് യുദ്ധം നടത്തി, ആ യുദ്ധത്തിൽ ഒരുപാട് ആൾനാശമുണ്ടായി. അതുകൊണ്ട് തന്നെ പിന്നീട് അതിന്റെ മീറാസ്, അനന്തര സ്വത്തുക്കൾ ഓഹരി വെക്കാൻ പറ്റാത്ത, അതിന് വിഷമിക്കുന്ന, അതുപോലെ തന്നെ ആ യുദ്ധത്തിലുണ്ടായ അനന്തര സ്വത്ത്, യുദ്ധത്തിലുണ്ടായ സമരാർജിത സ്വത്ത് അത് ഓരിയെത്തിയെടുക്കാൻ കഴിയാത്ത, ഓഹരി വെച്ചവരെടുക്കുന്ന സമയത്ത് ഇയാൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ചെകുത്താൻ വിളിച്ചു പറയുന്ന, എന്നിട്ട് അത് വിട്ടുകൊണ്ട് മുസ്ലിങ്ങൾ പിറകോട്ട് പോരുന്ന ആ സമയത്ത് അവർ ഷാമിലേക്ക് എത്താൻ പുറപ്പെടുമ്പോൾ, സ്വലിയാത്ത് ഷാമിലെത്തുമ്പോൾ ആ സമയത്താണ് മസീഹുൽ ദജ്ജാൽ പുറപ്പെടുന്നത്. വഇന്നഹു ലാ യബ്ഖാ ശൈഉൻ മിനൽ അർളി ഇല്ലാ വസിഅഹു വളഹറ അലൈഹി വഇന്നഹു ലാ യബ്ഖാ ശൈ. അങ്ങനെ മസീഹുൽ ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആസ യമീനൻ വആസ ശിമാലൻ,
വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അവൻ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ധൃതിയിൽ ഭൂമിയെ അവൻ കീഴ്പ്പെടുത്തുകയായി. ലാ യബ്ഖാ ശൈഉൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഒന്നും അവശേഷിക്കില്ല. ഇല്ലാ വസിഅഹു, ആ പ്രദേശത്ത് അവൻ കടന്നു ചെന്നിട്ടല്ലാതെ ചവിട്ടിയിട്ടല്ലാതെ. വളഹറ അലൈഹി, അവൻ കാൽ വെച്ച പ്രദേശങ്ങളെല്ലാം അവൻ കീഴ്പ്പെടുത്തി അതിനുമേൽ വിജയം വരിച്ചിട്ടല്ലാതെ. ഇല്ല അർബഉ മസാജിദ്, 4 പള്ളികൾ ഒഴികെ. നേരത്തെ ഇത് മാത്രമാണോ എന്ന് ചോദിച്ചല്ലോ, അതിന്റെ പൂർണ്ണമായ വിശദീകരണം ഇവിടെയാണ്. 4 പള്ളി: മസ്ജിദു മക്ക, വമസ്ജിദുൽ മദീന, വത്തൂർ, വമസ്ജിദുൽ അഖ്സാ. പട്ടണം എന്നുള്ള നിലക്ക് 2 പട്ടണങ്ങളും പള്ളികൾ എന്നുള്ള നിലക്ക് 4 പള്ളികളും. 2 പട്ടണത്തിൽ കയറൂല എന്ന് പറഞ്ഞു. ഏതാണ് ആ 2 പട്ടണങ്ങൾ? മക്കത്തു വത്വയ്യിബത്തു. പിന്നെ 2 പള്ളിയിലും കയറൂല. ഏത് ആ പട്ടണത്തിൽ കയറൂല എന്ന 2 പള്ളിയിൽ തന്നെ പെട്ടു. പിന്നെ അതിന്റെ പുറമെ 2 പള്ളികൾ. ഒന്ന് മസ്ജിദ് തൂർ, തൂർ പർവ്വതത്തിലൊരു പള്ളിയുണ്ട്. തൂർ അവിടെ ഒരു പള്ളി. അവിടത്തേക്ക് പിന്നെ ഒരാൾ പോകുന്ന സമയത്ത് പുണ്യം പ്രതീക്ഷിച്ച് തൂറിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോ സഹാബിമാരെ തടഞ്ഞ സംഭവമൊക്കെ പറഞ്ഞില്ലേ, ആ പള്ളി. അവിടെ ഒരു പ്രസിദ്ധമായ പള്ളിയുണ്ട്. അത് സഹാബത്തിന്റെ കാലത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു പള്ളിയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിന്റെ ഉള്ളിലേക്കും ആർക്ക് കയറാൻ കഴിയില്ല? പിശാചിന് മസീഹുൽ ദജ്ജാലിന് കയറാൻ കഴിയില്ല. 4 പള്ളികളിലേക്ക് കയറൂല. 4 പള്ളിയിലേക്ക് കയറൂല പറഞ്ഞാൽ 4 നാട്ടിൽ കയറൂല എന്ന് മനസ്സിലാക്കരുത്. 2 നാടുകളിൽ കയറൂല. ഏതാണ് ആ 2 നാട്? മക്കത്തു വത്വയ്യിബത്തു. 4 പള്ളിന്റെ ഉള്ളിൽ കയറൂല. ഒന്ന് മക്ക പട്ടണത്തിന്റെ ഉള്ളിലുള്ള മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മദീന പട്ടണത്തിന്റെ ഉള്ളിലുള്ള മസ്ജിദുൽ നബവി. അതിന്റെ പുറമെ ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തൊക്കെ വരും. ബൈത്തുൽ മഖ്ദിസ് സ്ഥിതി ചെയ്യുന്നത് ഫിലസ്തീനിലാണ്. ആ ഫിലസ്തീനിൽ മസീഹുൽ ദജ്ജാൽ വരും, പക്ഷേ ബൈത്തുൽ മഖ്ദിസിന്റെ ഉള്ളിൽ കയറൂല. അതുപോലെ തന്നെ തൂറിലൂടെ പോകും, പക്ഷേ തൂറിലുള്ള ആ പള്ളിയിൽ കയറുകയില്ല. വഇന്ന അയ്യാമഹു 40 യൗമ. മസീഹുൽ ദജ്ജാലിന്റെ കാലയളവ് എത്രയാണ്? എത്ര കാലമാണ് മസീഹുൽ ദജ്ജാൽ ഭൂലോകത്തുണ്ടാകുക? 40 ദിവസം. 40 യൗമൻ. ഇവിടെ 40 യൗമൻ എന്ന് പറഞ്ഞിടത്ത് ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അബൂ ഉമാമത്തുൽ ബാഹിലിയിൽ നിന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ആ റിവായത്ത് പ്രകാരം നമുക്ക് കാണുക 40 വർഷം നാം. അത് ഒരു റിവായത്തിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു തെറ്റായ ഒരു പ്രയോഗമാണ്. മറ്റെല്ലാ റിവായത്തുകളിലും അത് വന്നിട്ടുള്ളത് 40 ദിവസം എന്നാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അൽബാനിയും അതുപോലെ തന്നെ മുൻഗാമികളായ മുഹഖഖീങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇത്തഫഖത്ത് ജമീഉൽ അഹാദീസ് അലാ അന്ന അയ്യാമ ദജ്ജാൽ അല്ലതി യസീഹു ഫീഹാ ഫിൽ അർള് ഇന്നമാ ഹിയ 40. മസീഹുദ് ദജ്ജാൽ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഭൂമി കീഴ്പ്പെടുത്തി ഫിത്നയുണ്ടാക്കുന്ന കാലം 40 എന്ന് എല്ലാ റിവായത്തിലും വന്നിട്ടുണ്ട്. 40 എന്ന് എല്ലാ റിവായത്തിലും വന്നിട്ടുണ്ട്. വലാകിന്നഹാ ഇഖ്തലഫത് ഫീ ഹാദിഹിൽ അയ്യാം. ഈ 40 യൗം എന്ന് പറഞ്ഞാൽ ഹൽ ഹി 40 സന, അത് 40 കൊല്ലമാണോ? കമാ ഫീ റിവായത്ത് ഇബ്നു മാജ, അബൂ ഉമാമത്തുൽ ബാഹിലിയിൽ നിന്ന് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളത് 40 വർഷം എന്നാണ്. അങ്ങനെ 40 വർഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അം 40 യൗമൻ വലൈല കമാ ഫീ റിവായാത്തിൻ ഉഖറ. മറ്റു റിവായാത്തുകളിൽ 40 ദിനരാത്രങ്ങൾ എന്നുമാണ് വന്നിട്ടുള്ളത്. ഏതാണ് ശരി? വസ്സഹീഹുല്ലദീ യജിബുൽ ഖത്ഉ ബിഹി ഹുവ അസ്സാനി. ഖണ്ഡിതമായും ഹദീസിന്റെ സനദുകളും ഹദീസിന്റെ പദങ്ങളും പരിശോധിക്കുന്ന ഒരു മുഹദ്ദിസിന് തീർത്തു പറയാൻ സാധിക്കുന്ന കാര്യം, മസീഹുദ് ദജ്ജാൽ ഭൂലോകത്തുകൂടെ നടക്കുന്നത്, ഭൂലോകത്തെ കീഴ്പ്പെടുത്തുന്നത് 40 ദിവസമാണ്, അല്ലാതെ 40 വർഷമല്ല. ലിഅന്നഹ അസഹ്ഹു അക്സർ. കാരണം 40 ദിവസം എന്ന് പറയുന്ന റിവായത്തുകളാണ് കൂടുതലുള്ളതും, അതാണ് കൂടുതൽ സഹിഹായ റിവായത്തുകളും. എന്നിട്ട് പറയുന്നു ഈ 40 ദിവസം തന്നെ എങ്ങനെയാണ്? യൗമുൻ കസനത്തിൻ. 40 ദിവസത്തിൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഒരു വർഷത്തെ ദൈർഘ്യം ഉണ്ടായിരിക്കും. മസീഹുദ് ദജ്ജാൽ വരുന്ന ആദ്യത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടായിരിക്കും. വയൗമുൻ കശഹർ. പിന്നുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ദൈർഘ്യം ഉണ്ടായിരിക്കും. വയൗമുൻ കജുമഅത്തിൻ. പിന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ജുമയുടെ അഥവാ ഒരാഴ്ചയുടെ ദൈർഘ്യമുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് 37 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ 37 ദിവസങ്ങൾ വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും. അവന്റെ ബാക്കി ദിവസങ്ങൾ അഥവാ 37 ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസങ്ങളെ പോലെ തന്നെയുമായിരിക്കും. ഇതാണ് മസീഹുദ് ദജ്ജാൽ ഭൂലോകത്ത് നിലനിൽക്കുന്ന കാലയളവ്. 40 ദിവസം. ഒരു ദിവസത്തിന് ഒരു വർഷത്തെ ദൈർഘ്യം.
പിറ്റത്തെ ദിവസത്തിന് ഒരു മാസത്തെ ദൈർഘ്യം, പിറ്റത്തെ ദിവസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യം, പിന്നെയുള്ള ദിവസങ്ങൾ അഥവാ 37 ദിവസങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ ദിവസങ്ങളുടെ ദൈർഘ്യമാണ്. അപ്പൊ സഹാബത്ത് നോക്കി, നിങ്ങൾ അത് ചോദിക്കുമ്പോ സഹാബത്ത് എന്തിനെ കുറിച്ച് ആലോചിക്കുന്നത്? ആരോ സഹാബത്ത് ചോദിച്ചു, ഫദാലിക്കൽ യൗമുല്ലദീ കസന, ഒരു വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസം ഉണ്ടല്ലോ, ആദ്യത്തെ ദിവസം, അതക്ഫീനാ ഫീഹി സ്വലാത്തു യൗം, അന്ന് ഒരു ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചാൽ മതിയാകുമോ എന്ന് ചോദിച്ചു. സഹാബത്തിന്റെ സംശയം അവിടെ. നമ്മളാളുകൾക്ക് അങ്ങനെ പല ആളുകളുടെയും മനസ്സിലുണ്ടായത് അങ്ങനെ ഒരു ദിവസം ഒരു കൊല്ലം ദീർഘിക്കുക, അതിന്റെ ബുദ്ധിക്ക് ഒക്കണില്ലല്ലോ, ഇതെന്താ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമല്ലേ? അങ്ങനെയാണ് പെട്ടെന്ന് നമ്മളെ തലീക്കൂടെ അല്ലെ? ഇതെന്തോ ഒരു കഥ പോലെ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മസീഹ് ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വർണ്ണിച്ചു തരും, ഹത്താ ഖശീതു അല്ലാ തഅഖിലു, അല്ലെ? നിങ്ങളെ ബുദ്ധിക്ക് പിടിക്കൂല എന്ന് വരെ എനിക്ക് പേടിയുണ്ട്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ആദ്യത്തെ ഒരു ദിവസം ഒരു വർഷം, രണ്ടാമത്തെ ദിവസം ഒരു മാസം, മൂന്നാമത്തെ ദിവസം ഒരാഴ്ച. സഹാബത്ത് നോക്കി നിങ്ങൾ, ഖൈറു ഖുലൂബിൽ ഇബാദ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ഹൃദയമുള്ള സൃഷ്ടികളായിട്ട് അള്ളാഹ് പിന്നെ കണ്ടത് ആരെയാണ്? സഹാബത്തു നബിയിഹി, അല്ലേ? സഹാബത്തിനെയാണ്. അതുകൊണ്ട് തന്നെ അവരെ സഹാബത്താക്കി റസൂലുള്ളാഹിന്റെ മുസറാക്കളാക്കി നിശ്ചയിച്ചു കൊടുത്തു. അവർക്ക് ഉണ്ടായ ആദ്യത്തെ ചോദ്യം ഒരു ദിവസമാണ്, പക്ഷെ അതിന്റെ ദൈർഘ്യം ഒരു കൊല്ലത്തോളാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഒരു ദിവസത്തെ നിസ്കാരമാണോ ഒരു കൊല്ലത്തെ നിസ്കാരമാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല, ഒരു ദിവസത്തെ നിസ്കാരം പോരാ, ഉഖ്ദുറൂ ലഹു ഖദ്റഹു, നിങ്ങൾ എന്ത് വേണം? കണക്ക് കൂട്ടി പിടിച്ചിട്ട് ഒരു രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ എത്ര ടൈമാണോ സാധാരണ ദിവസത്തിലുള്ളത് അത്രയും ടൈം കണക്കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കണം. ഈ ഹദീസാണ് ഈ രാപ്പകലുകളിൽ വലിയ വ്യത്യാസമുള്ള പ്രദേശക്കാര് നിസ്കാരം ടൈം നോക്കി പിടിക്കണം എന്നുള്ളതിന് ഖിയാസാക്കാൻ അവലംബിക്കാറുണ്ട്. ചില പ്രദേശങ്ങൾ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ മറ്റോടത്തും മറിച്ചോടത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു പകല് ഒരു പോകണമെങ്കിൽ ഒരു 18-20 മണിക്കൂറൊക്കെ ഉണ്ടാവും. ചില കാലങ്ങളിൽ രാത്രി അതേമാതിരി ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് മഗ്‌രിബ് ശക്കൊന്നും ടൈം ഇട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഫഖ്ദുറൂ ലഹു എന്ന് പണ്ഡിതന്മാരെ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. ആ ഫത്വ കൊടുക്കാൻ ആധാരമാക്കിയത് ഇതാണ്. ഖാലു, സഹാബികൾ ചോദിച്ചു, വമാ ഇസ്റാഉഹു ഫിൽ അർദ്, അങ്ങനെ ഭൂമിയിൽ അവൻ ധൃതിയിൽ ഭൂമി മുഴുവൻ അവൻ കൈയടക്കുമെന്ന് പറഞ്ഞല്ലോ, എന്ത് വേഗതയിലാണ് അവൻ കൈയടക്കുന്നത്, മസീഹ് ദജ്ജാൽ കൈയടക്കുന്നത്? ഖാൽ, അപ്പോൾ തിരുമേനി പറഞ്ഞു, കൽ ഗൈസ്, ഒരു മഴയെപ്പോലെ, ഇസ്തദ്ബറതുഹു റീഹ്, കാറ്റ് അതിനെ പിന്നിലാക്കിയിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു മഴയെപ്പോലെ. ഒരു മഴ ഉണ്ടല്ലോ, ഒരു കാറ്റിന് വന്നു, കാറ്റടിച്ചങ്ങൾ പോയി അതിന്റെ പിന്നാലെ മഴ വരേണ്ട മാതിരി ഒറ്റ വരവായിരിക്കും അല്ലേ? മഴ പെട്ടെന്ന് വരണപ്പോഴാ ആദ്യം ഒരു കാറ്റ് അടിച്ചിട്ട് വരും. ആ കാറ്റ് ഇങ്ങനെ അടിച്ച് പോയും തോന്നില്ല, അതിന്റെ പിന്നിലിന് വരുന്ന മഴ ഉണ്ടാവും, സ്പീഡിലായിരിക്കും ആ മഴ. അതേമാതിരിയാണ് അങ്ങനെ വന്നിങ്ങനെ പെയ്ത് തുള്ളി വിക്കണ കാണൂല, തീർന്നിട്ടുണ്ടാവും ഒറ്റ. അങ്ങനത്തെ ഒരു മഴ ഉണ്ടില്ല നിങ്ങള്, അതെന്താന്ന് ചോദിച്ചാൽ അതിന്റെ മുമ്പുണ്ടാവും ശക്തമായൊരു കാറ്റ്. അങ്ങനെ കാറ്റ് പിറകിൽ കൊണ്ടുവരുന്ന ഒരു മഴ ഉണ്ടല്ലോ, ആ മഴ പോകുന്ന അതേ വേഗതയിലായിരിക്കും ദജ്ജാൽ പോവുക. ഇനി മസീഹ് ദജ്ജാൽ വരുന്നതിന് മുമ്പുള്ള ഭൗതികമായ മാറ്റങ്ങൾ എന്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. وإن قبل خروج الدجال 3 سنوات شداد, മസീഹ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്, പുറപ്പെടുന്നതിന് മുമ്പ് 3 കടുത്ത വർഷങ്ങൾ കഴിഞ്ഞു പോകും. 3 കടുത്ത വർഷങ്ങൾ. യുസീബു الناس فيها جوع شديد, ആ കടുത്ത വർഷങ്ങളിൽ 3 വർഷങ്ങളിൽ ജനങ്ങൾക്ക് ഭയങ്കരമായ പട്ടിണി ബാധിക്കും. യഅ്മുറുല്ലാഹു السماء في السنة الأولى, ഒന്നാമത്തെ വർഷത്തിൽ, ആ 3 വർഷം ദജ്ജാൽ പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷം, അതിൽ ആദ്യത്തെ ഒന്നാമത്തെ വർഷത്തിൽ അള്ളാഹു ആകാശത്തോട് കൽപ്പിക്കും, അൻ തഹ്ദിസ സുലുസ മത്വരിഹ, സാധാരണ പെയ്യണ മഴ ഇനി പെയ്യണ്ട, അതിന്റെ 1/3 ചുരുക്കാൻ വേണ്ടി പറയും. അപ്പൊ 2 കിട്ടുള്ളൂ. അഥവാ ഏതുപോലെ 100 സെന്റിമീറ്റർ മഴയാണ് ഒരു വർഷത്തിൽ കിട്ടുന്നത് എങ്കിൽ എത്ര കിട്ടുള്ളൂ? ഇനി അത് 66 സെന്റിമീറ്റർ മഴ പിന്നെ കിട്ടുള്ളൂ. അതിന്റെ 1/3 ചുരുക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വയഉമുറുൽ അർള്, അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കും, ഫതഹ്ബിസ്, അങ്ങനെ ഭൂമിയും തടഞ്ഞുവെക്കും, നിർത്തിവെക്കും, സുലുസ നബാതിഹ, അതിന്റെ സസ്യങ്ങൾ, അതിന്റെ വെജിറ്റേഷൻ, അതിൽ 1/3 ഭൂമി എന്ത് ചെയ്യും? ഉൽപാദനം നിർത്തിവെക്കും. സുമ്മ യഅ്മുറു السماء في الثانية,
അങ്ങനെ 1-ാം വർഷം കഴിയും. 2-ാം വർഷമാകുമ്പോൾ അള്ളാഹു ആകാശത്തോട് കൽപ്പിക്കും. 2-ാം വർഷത്തിൽ അള്ളാഹു ആകാശത്തോട് കൽപ്പിക്കുന്നത് ഫതഹ്ബിസ് സുലുസൈ മത്വരിഹ, അതോടുകൂടി ആകെ പെയ്യുന്ന മഴയുടെ 2/3 ഭാഗവും പിടിച്ചു വെക്കും. ആ വർഷം പിന്നെ ആകെ കിട്ടുന്ന മഴ എത്രയുള്ളൂ ചോദിച്ചാൽ 66 സെന്റിമീറ്റർ തടഞ്ഞു വെച്ചു. 33 സെന്റിമീറ്റർ പിന്നെ മഴയുള്ളൂ. തീർന്നില്ല. ആകെള്ളതിന്റെ 3/2. ആദ്യത്തിന് 3/1, 2-ാം വർഷത്തിൽ 3/2. മുഴുവനായിട്ടില്ല. 3/2 എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്കില്ലേ? അങ്ങനെ ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കും ഫതഹ്ബിസു സുലുസൈ നബാതിഹ, അതിന്റെ ഉൽപാദനത്തിന്റെ 3/2, 2/3 തടഞ്ഞു വെക്കും. അങ്ങനെ 2-ാം വർഷം തീരും. ثم يأمر الله السماء في السنة الثالثة, 3-ാമത്തെ വർഷം വരും. 3-ാമത്തെ വർഷം വരുന്ന സമയത്ത് അള്ളാഹു കൽപ്പിക്കും ആകാശത്തോട് ഫതഹ്ബിസു മത്വറഹ കുല്ലഹു, മുഴുവൻ മഴയും ഒരൊറ്റ തുള്ളി മഴ 3-ാം വർഷം പെയ്യൂല. ആദ്യത്തെ വർഷം 3/1 പോയി, 2-ാമത്തെ വർഷം 3/2 പോയി, 3-ാം വർഷം മുഴുവനും പോയി. ഫലാ തഖ്തുറു ഖത്റഹ, ആകാശം ഒരു തുള്ളി പോലും പൊഴിക്കുകയില്ല. വയഅ്മുറുൽ അർള്, അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കുന്നു ഫതഹ്ബിസു നബാതഹ കുല്ലഹു, ആ ഭൂമി അതിന്റെ കംപ്ലീറ്റ് സസ്യലതാദികളെ തടഞ്ഞു വെക്കുന്നു, നിർത്തിവെക്കുന്നു. ഫലാ തുംബിതു ഖളറ, പച്ച പിടിച്ച ഒന്നും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഫലാ തബ്ഖാ ലാതു ദിൽഫിൻ, കുളമ്പുള്ള ഒരു ജീവിയും ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നുമില്ല. നിൽഫ് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഖദമിൽ ബഖരി വൽ ഗനമി വൽ ളിബ, മാന്, ആട്, പശു പോലുള്ളതിന്റെ കുളമ്പിനാണ് സാധാരണ നിൽഫ് എന്ന് പറയാം. അങ്ങനെ കുളമ്പുള്ള ജീവികളൊന്നും അഥവാ മൃഗങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇല്ലാ ഹലക, അതെല്ലാം തന്നെ നശിച്ചു പോകും. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ഏതെങ്കിലും ജീവികളുണ്ടെങ്കിൽ അതൊഴിച്ച് മറ്റ് ജീവികളും നശിച്ചു പോകും. അങ്ങനെ 3 വർഷം, ആദ്യം 3/1, പിന്നെ 2/1, പിന്നെ പൂർണ്ണമായിട്ട് മഴ നിർത്തുകയും ഭൂമി അതിന്റെ വെജിറ്റേഷൻ നിർത്തിവെക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ സഹാബികളിൽപ്പെട്ട ആരോ തിരുമേനിയോട് ചോദിക്കുന്നു, ഇങ്ങനെ വെള്ളവും സസ്യലതാദികളുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ജീവിപ്പിക്കുന്നത് എന്താണ്? അവരെ സർവൈവ് ചെയ്യുന്നത്, അവർക്ക് ജീവൻ നിലനിർത്തി കൊടുക്കുന്ന കാര്യം എന്താണ് ആ കാലഘട്ടത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹ്ലീൽ വത്തക്ബീർ വത്തസ്ബീഹ് വത്തഹ്മീദ്. ജനങ്ങളെ അന്ന് ജീവിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലായിരിക്കും. വത്തക്ബീർ, അല്ലാഹു അക്ബർ എന്നുള്ള കീർത്തനമായിരിക്കും. വത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹായിരിക്കും. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന സ്തുതിയായിരിക്കും. ഇതായിരിക്കും ജനങ്ങൾക്ക് അന്ന് എന്ത് ചെയ്യുന്നത്? അതിജീവനം നൽകുന്നത്, അവർക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപാധി അതായിരിക്കും. വയജ്രി ദാലിക അലൈഹിം മജ്റ തആം, മനുഷ്യന്റെ ശരീരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ തഹ്ലീലും തക്ബീറും തസ്ബീഹും തഹ്മീദും അവരുടെ ശരീരത്തിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മലക്കുകൾ അങ്ങനെയാണ്, മലക്കുകളും അങ്ങനെയാണ്. അവർ ജീവിക്കുന്നത്, അവരെ യാശത്ത് ചെയ്യുന്നത് അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ് വത്തസ്ബീഹ്, ആ ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ലാ യഅതി മക്കത വൽ മദീന, ലാ യഅതി മക്കത വൽ മദീന, ഈ മസീഹുദ് ദജ്ജാൽ വരില്ല, പ്രവേശിക്കില്ല മക്കയിലും മദീനയിലും. മിൻ നഖബിൻ മിൻ നിഖാബിഹാ, മദീനയിലേക്കും മക്കയിലേക്കും കടന്നു ചെല്ലാനുള്ള പ്രവേശന കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടത്തിലൂടെയും മലവടക്കുകളിലൂടെയും മലകൾക്കിടയിലുള്ള വഴിക്കാണ് നഖബ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രവേശന കവാടത്തിനാണ്. മദീനക്ക് അന്ന് മുഖ്യമായും 7 കവാടങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതൊരു കവാടത്തിലൂടെ മദീനയിൽ പ്രവേശിക്കാൻ നോക്കിയാൽ, മക്കയിലേക്ക് കടന്നു ചെല്ലാവുന്ന 2 മലകൾക്കിടയിലൂടെയുള്ള ഏതൊരു വഴിയിലൂടെ, ഏതൊരു കവാടത്തിലൂടെ മക്കയിലേക്ക് കടന്നു ചെല്ലാൻ നോക്കിയാൽ ഇല്ലാ ലഖയതുഹു അൽ മലായികതു ബിസ്സുയൂഫി സൽസതൻ, മലക്കുകൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവൻ അഭിമുഖീകരിക്കും, അവനെതിരിടും. അതുകൊണ്ട് തന്നെ മലക്കുകളെ നേരിടാൻ കഴിയാതെ പിശാച് പിന്തിരിഞ്ഞു പോകേണ്ടി വരും. ദജ്ജാൽ, പിശാച് നല്ല ദജ്ജാൽ ഹത്താ യൻസില ഇൻദ സബ്ഖ, ഹത്താ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ എന്തുണ്ട്? എന്നാ മക്കത്ത് പോയി താമസിക്കണം, മദീനത്ത് പോയി താമസിക്കണം.
മക്കത്തും മദീനത്തും താമസിച്ചതുകൊണ്ട് ഒന്നും കിട്ടാനില്ല കേട്ടോ. മസീഹ് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാന് അള്ളാഹുവിലുള്ള ഈമാനും തഖ്വയും ഇൽമുമല്ലാതെ വേറൊന്നും നമുക്ക് രക്ഷ നൽകൂല. അങ്ങനെ മസീഹ് ദജ്ജാൽ വന്നിട്ട് ഹത്താ യൻസില ഇൻദ സബ്ഖ, സബ്ഖത്തിൽ മസീഹ് ദജ്ജാൽ വന്നിട്ട് ഇറങ്ങും. സബ്ഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ അർളുല്ലത്തി യഅലൂഹ അൽ മുലൂഹ വലാ തകാദു തുംബിതു ഇല്ലാ ബഅദ അശ്ശജർ. ഉപ്പുള്ള ഒരു തരത്തില് ഉപ്പ്, മണ്ണിന്റെ മുകളിൽ ഇങ്ങനെ ഉപ്പ്. അത് ഇവിടുന്ന് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകുമോ എനിക്കറിയില്ല. ഇപ്പൊ ഗൾഫ് പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്തവർക്ക് അറിയാം, കടലിൽ നിന്ന് കുറെ ഇങ്ങനെ ഉണ്ടാവും, നിരന്ന് കിടക്കുന്ന സ്ഥലം ഉണ്ടാവും. അതിന്റെ ഒക്കെ മുകളിലുണ്ടാവും ഉപ്പ്, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പാറിക്കിടക്കുന്ന ഭൂമി കാണും. ഭൂമി തന്നെ സാധാരണ മണ്ണ് തന്നെ, ആ മണ്ണിന്റെ മുകളിലുണ്ടാകും ഉപ്പിന്റെ ചെറിയൊരു ലെയർ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടാവും. കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും പലതും അത്. അങ്ങനെ ഉപ്പിന്റെ ലെയർ കിടക്കുന്ന ആ പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്ത് ആര് വന്നു നിൽക്കും? മസീഹ് ദജ്ജാൽ വന്നു നിൽക്കും. അങ്ങനെ ഉപ്പുള്ളത് കാരണത്താൽ അവിടെ ഒരു ചെടിയും മുളക്കൂല. ചില ഒന്നോ രണ്ടോ ചെടികളുണ്ട്, ആ ചെടികളല്ലാത്ത ഒന്നും മുളക്കൂല. അങ്ങനെയുള്ള ആ സബ്ഖത്തിൽ വന്നിട്ട് മസീഹ് ദജ്ജാൽ വന്നിറങ്ങും. അത് സബ്ഖത്തുൽ ജർഫ്. മദീനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് ജർഫ്. ആ ജർഫിനോടനുബന്ധിച്ചിട്ട് ഉപ്പിന്റെ ഒരു ലെയർ ഇങ്ങനെ പൂച്ചിക്കിടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വരെ ആര് വരും? മസീഹ് ദജ്ജാൽ വരും. ദുബുറ ഉഹദ്, ഉഹദ് മലയുടെ പിറകിൽ ഫയദ്രിബു റിവാഖഹു. അങ്ങനെ മദീനയിലേക്ക് കയറുന്ന ആ പ്രദേശത്ത് അതിൽ ആളുകൾ ചെന്നിരിക്കുന്ന ആ സ്ഥലത്ത് ഫുസ്താത്ത് ഖുബ്ബത്ത് ആളുകൾ ഇരിക്കുന്ന ആ കവാടത്തിന്റെ അവിടെ വന്നിട്ട് മസീഹ് ദജ്ജാൽ അവിടെ ഇരിക്കും. മസീഹ് ദജ്ജാലിന് മദീനയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. وإنه ليس من بلدة إلا يبلغها رعب المسيح الدجال إلا المدينة. ഒരു പട്ടണം പോലും ഈ ഭൂമുഖത്തൊന്നുണ്ടാവില്ല, ആ പട്ടണത്തിലെല്ലാം മസീഹ് ദജ്ജാലിന്റെ ഭീതി ചെന്നെത്തിയിട്ടല്ലാതെ. ഇല്ലൽ മദീന, മസീഹ് ദജ്ജാലിനെ കുറിച്ചുള്ള ഭീതി ഇല്ലാതിരിക്കുന്ന പട്ടണം, അന്ന് നിർഭയത്വമുള്ള പട്ടണം മദീന മാത്രമായിരിക്കും. മദീനയെ ഒഴികെയുള്ള എല്ലാ പട്ടണങ്ങളിലും ദജ്ജാലിനെ കുറിച്ചുള്ള ഭീതി നിറയും. ലഹാ യൗമഇദിൻ സബ്അതു അബ്വാബ്. അന്ന് മദീന പട്ടണത്തിന് 7 കവാടങ്ങൾ ഉണ്ടായിരിക്കും. അലാ കുല്ലി നഖബിൻ മിൻ നിഖാബിഹാ മലക്കാൻ. ഓരോ കവാടത്തിലും 2 മലക്കുകൾ കാത്തിരിക്കുന്നു. യലുബ്ബു അൻഹാ റുഅബൽ മസീഹ്. മസീഹ് ദജ്ജാലിന്റെ ഭീതി തടുക്കുന്നതിന് വേണ്ടി, അകറ്റുന്നതിന് വേണ്ടി ഓരോ കവാടത്തിലും 2 മലക്കുകൾ ഇരിക്കുന്നു. അങ്ങനെ ഓരോ കവാടങ്ങളിലും ഈ 2 വീതം മലക്കുകൾ കാവലിരിക്കുന്ന മഹ്റൂസത്തായ പട്ടണം മദീനത്തുൻ നബവിയ്യ മാത്രമായിരിക്കും. മറ്റെല്ലാ പട്ടണങ്ങളിലും മസീഹ് ദജ്ജാലിനെ കുറിച്ചുള്ള ഭീതി കൊണ്ട് പ്രകമ്പനം കൊള്ളുകയായിരിക്കും. അങ്ങനെ മസീഹ് ദജ്ജാൽ വന്നിട്ട് സബ്ഖത്തിൽ ഉപ്പുള്ള ആ സ്ഥലത്ത് ഉഹദ് മല എന്ന് പറഞ്ഞാൽ മദീനയുടെ വടക്ക് ഭാഗത്ത് ആ ഉഹദ് മലയുടെ പിറകിലുള്ള ജർഫ്, ആ ജർഫിനോടനുബന്ധിച്ച് കിടക്കുന്ന ഉപ്പിന്റെ ലെയറുള്ള ആ മണ്ണിൽ അത് വന്നിട്ട് മസീഹ് ദജ്ജാൽ നിൽക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഫതർജുഫുൽ മദീനതു ബിഅഹ്ലിഹാ സലാസ റജ്ഫാത്തിൻ. അവിടെ മസീഹ് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മദീനത്ത് പോയാൽ ഓൽക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടാനുള്ള യോഗ്യത ഒരു മനുഷ്യൻ സ്വയം നേടണം. അങ്ങനെ മസീഹ് ദജ്ജാൽ വന്നിട്ട് മദീനയുടെ വടക്ക് ഭാഗത്ത് ഉഹദിന്റെ പിറകിൽ ജർഫിനോടനുബന്ധിച്ച് കിടക്കുന്ന ഉപ്പുള്ള പ്രദേശത്ത് നിന്നിട്ട് മദീനയെ അടിക്കും. ഏത് മദീനയിലുള്ള ആൾക്കാര് തന്റെ ആൾക്കാർ ആരാച്ച ആ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ കളി നടത്തും. ആ സമയത്ത് ഫതർജുഫുൽ മദീന ഒരു പ്രകമ്പനം കൈകൊള്ളും. മദീന എന്നിട്ട് ഒരു പ്രകമ്പനം ഉണ്ടാക്കും. എത്ര പ്രകമ്പനം? ബിഅഹ്ലിഹാ സലാസ റജ്ഫാത്തിൻ. മദീന നിവാസികളെയും കൂട്ടിയിട്ട് അത് പ്രകമ്പനമുണ്ടാക്കും 3 തവണ. ആ 3 തവണ മദീന എന്നിട്ട് കുലുങ്ങും, കിടിലം കൊള്ളും. എന്നിട്ട് മദീന കുലുങ്ങും, എർത്തുകേക്ക് പോലെ. ആ 3 കുലുക്കം മദീന നിവാസികളെയും കൊണ്ട് ആ പട്ടണം കുലുങ്ങിക്കഴിയുമ്പോൾ ഫലാ യബ്ഖാ മുനാഫിഖുൻ വലാ മുനാഫിഖത്തുൻ ഇല്ലാ ഖറജ ഇലൈഹി. മദീന പട്ടണത്തിൽ ഒരു മുനാഫിഖോ ഒരു മുനാഫിഖത്തോ കപടവിശ്വാസിനിയോ മദീനക്കുള്ളിൽ പിന്നീടുണ്ടാവില്ല. ഇല്ലാ ഖറജ ഇലൈഹി. ഉഹദ് മലയുടെ പിറകിലേക്ക് ജർഫിനോടനുബന്ധമായി ഉപ്പ് നിറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ അവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന മസീഹ് ദജ്ജാലിന്റെ അടുക്കലേക്ക് ഈ മുനാഫിഖീങ്ങളും മുനാഫിഖാത്തുകളും അങ്ങോട്ട് ചെല്ലും. അപ്പൊ മദീനത്ത് താമസിച്ചാൽ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഫതൻഫി അൽ ഖബസ് മിൻഹാ കമാ യൻഫി അൽ ഖീറു
ഖബസൽ ഹദീദ്. അങ്ങനെ മദീന പട്ടണത്തിന്റെ പ്രത്യേകതയാണത്. ഫതൻഫി, മദീന പട്ടണം പുറന്തള്ളും. അൽ ഖബസ്, മദീന പട്ടണത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മാലിന്യങ്ങളെ, എന്ത് മാലിന്യങ്ങൾ? നിഫാഖിന്റെയും കുഫറിന്റെയും വലാലത്തിന്റെയും ഫിസ്ഖിന്റെയും മാലിന്യങ്ങളുമായി അടിഞ്ഞുകൂടിയിട്ടുള്ള മുനാഫിഖീങ്ങളെയും മുനാഫിഖാത്തുകളെയും മദീന പട്ടണം പുറന്തള്ളും. കമാ യൻഫി അൽ കീറു ഖബസൽ ഹദീദ്. ഉലണ്ടല്ലോ, പിന്നെ ഈ ബ്ലാക്ക് സ്മിത്ത് ഉപയോഗിക്കുന്ന ഉലല്ലേ, എന്താ പറയാ, പെരുങ്കൊല്ലന്റെ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉല തന്നെ പറയാം. ഉല എന്ത് ചെയ്യും? ഉല കൊണ്ട് ഊതുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇരുമ്പ് ഉരുക്കിയിട്ട് ആ ഇരുമ്പിൽ നിന്ന് അതിന്റെ ഹബസ്, ശുദ്ധമായ ഇരുമ്പല്ലാതെ വേറെന്തെങ്കിലും മാലിന്യങ്ങൾ അതിലുണ്ടെങ്കിൽ ആ മാലിന്യത്തെ പുറത്തു തള്ളുന്നത് പോലെ മദീന പട്ടണം 3 പ്രകമ്പനം കൊള്ളുന്നതോടുകൂടി, 3 തവണ കിടിലം കൊള്ളുന്നതോടുകൂടി മദീനയിലുള്ള എല്ലാ ഹബസുകളും എല്ലാ മാലിന്യങ്ങളും എല്ലാ മുനാഫിഖുകളെയും മുനാഫിഖാത്തുകളെയും മദീന പുറന്തള്ളും. ഇത് ഇടക്കിടക്കൊക്കെ ഉണ്ടാവട്ടോ. കുറെ കഴിയുമ്പോ വീണ്ടും മദീനയിൽ ഈ ജാതി ഹബസുകൾ വന്നു ചേരും. അപ്പൊ മദീന തർജുഫു ബി അഹ്ലിഹ, മദീന ഒന്നുകിട്ട്. അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലയിൽ സഹിഹയിൽ ഒരിടത്ത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തിയിട്ട് അവസാനം അതിന്റെ ഫിഖ്ഹ് പറയുന്നിടത്ത് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. മൊത്തം ഈ മദീന തൻഫി അൽ ഖബസ കമാ യൻഫി അൽ കീറു ഖബസൽ ഹദീദ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഹദീസുകൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ നടന്നു, പിന്നെ ഇടക്കാലത്തൊന്ന് നടക്കും, പിന്നെയും നടക്കും, പിന്നെ മസീഹ് ദജ്ജാൽ വരുന്ന സമയത്തും നടക്കും. ഇങ്ങനെ ഇടക്കിടക്ക് നടക്കും. ഇതൊരൊറ്റ തവണയായി മാത്രം നടക്കുന്നതല്ല. ഇടക്കിടക്ക് മദീനയെ ശുദ്ധീകരിക്കാൻ സ്വയം ചെയ്യുന്നൊരു പണിയാണത്. അങ്ങനെ മസീഹ് ദജ്ജാൽ വരുന്ന സമയത്ത് മദീനക്കാരെയും കൊണ്ട് നല്ല പ്രകമ്പനം ഉണ്ടാക്കും. ആ പ്രകമ്പനത്തോടു കൂടി ശരിയായ ഈമാനില്ലാത്ത ആൾക്കും അവിടെ നിൽക്കാൻ കഴിയില്ല. ആ ഈമാനില്ലാത്ത ആൾക്കാർ പുറത്തു പോകും. എന്നിട്ട് മസീഹ് ദജ്ജാലിന്റെ അടുക്കലേക്ക് ചെന്നു ചേരും. ആ ദിവസമാണ് യൗമുൽ ഖലാസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ദിവസം. മദീന നിവാസികളെയും കൊണ്ട് പ്രകമ്പനം കൊള്ളുകയും ഔസാഹുകളെയും ഔമാറുകളെയും ഹബസുകളെയും മാലിന്യങ്ങളെയും പുറന്തള്ളി മസീഹ് ദജ്ജാലിന് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആ ദിവസം യുദ്ആ ദാലിക്കൽ യൗം, ആ ദിവസത്തിന് പറയപ്പെടുന്ന പേര്, വിളിക്കപ്പെടുന്ന പേര് യൗമുൽ ഖലാസ്, ശുദ്ധീകരണത്തിന്റെ ദിവസം എന്നാണ്. ഖലാസ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നൊരർത്ഥമുണ്ട്. വഅക്സറു മൻ യഖ്റുജു ഇലൈഹി നിസാ, മസീഹ് ദജ്ജാലിന്റെ അടുക്കലേക്ക് പുറപ്പെടുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളുമായിരിക്കും.